രാഘവൻ മാഷ് ചായ കുടിക്കാനായിട്ട് കവലയിലോട്ട് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഉണ്ട് പിന്നാലെ നിന്ന് മകൻ വിഷ്ണു ഒരു വിളി. അച്ഛ എങ്ങോട്ടാണ്? എടാ, ഞാൻ കവലയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. കവലയില്ല, വേണ്ട, എങ്ങും പോണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. ഇത് തന്നെയാണ് നെല്ലിക്കുന്നം ഗ്രാമത്തിലെ എല്ലാ മക്കളും 60 വയസ്സ് കഴിഞ്ഞ അച്ഛന്മാരോട് പറയുന്നത്. ഇനി എങ്ങാനും കവലയിൽ പോയാൽ മക്കൾ വൈകുന്നേരമാകുമ്പോൾ, അതായത് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ അച്ഛന്മാരെ കവലയിൽ നിന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഒരു 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാരൊന്നും രാത്രി 7 മണി കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ പുറത്തേ കാണില്ല. ഇതിൻ്റെ കാരണം അറിഞ്ഞ് പോലീസ് വരെ ഞെട്ടി. ആ സംഭവത്തിലോട്ട് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഇരുട്ടിന് കട്ടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നെല്ലിക്കുന്നം ഗ്രാമത്തിലെ കടകളൊക്കെ അടയ്ക്കും. ആരെയും പുറത്ത് കാണില്ല. എല്ലാവർക്കും പേടിയാണ്. ഇനി 60 വയസ്സിന് മേലുള്ള ആരെങ്കിലും 7 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പ്. ഇതുപോലെ അവിടെ പല മരണങ്ങളും നടന്നിട്ടുണ്ട്. ഒരു ശല്യത്തിന് പോലും പോകാത്ത കുഞ്ഞിക്കണ്ണനെ കടത്തിണ്ണയിൽ കൊന്നിട്ടിരുന്നു. മീൻകാരൻ മൊയ്തുവിനെ കെട്ടിത്തൂക്കിയിട്ടിരുന്നു. കൽപ്പണിക്കാരൻ ശശിയെ തോട്ടിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇങ്ങനെ മരണങ്ങൾ അനവധി. ഇവരാരും ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. ഇതിനെ മാടനും മറുതയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പിന്നെ നാട്ടുകാർ വിശ്വസിച്ചു പോകുന്നത്. പോകുന്ന പോക്കിൽ മാടൻ അടിച്ചിടും, മറുത കൊന്നു തള്ളിയതാണ്, ഇങ്ങനെയൊക്കെ. ഏതാണ്ട് 10ഓളം 60 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഇനി ആര് എന്ന ചോദ്യമാണ് നാട്ടുകാരുടെയൊക്കെ ഉള്ളിൽ. അപ്പോഴുണ്ട് ഒരു ദിവസം രാത്രി ആ രൂപം ഇറങ്ങി. കറുത്ത ഒരു രൂപം. അത് ഇരുട്ടിലോട്ട് നീങ്ങുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തതും നെല്ലിക്കുന്ന് ഗ്രാമം കേൾക്കുന്നത് അടുത്ത മരണമാണ്. ഇന്നലെ മാടൻ കൊണ്ടുപോയ ജീവൻ പൂജാരി ദാമോദരൻ്റെ ആണ്. എല്ലാവരും ഞെട്ടി. പൂജാരി കൊല്ലപ്പെട്ടോ? അതെ, പൂജാരി ദാമോദരനെ പുഴയിലാണ് കൊന്നിട്ടിരിക്കുന്നത്. പോലീസിന് ആകെ തലവേദനയായി. ഒരൊറ്റ തെളിവുകൾ അവശേഷിപ്പിക്കാതെയാണ് ക്ലീനായിട്ടൊരു മർഡർ നടത്തിയിരിക്കുന്നത്. നെല്ലിക്കുന്നം ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 460 വീടുകളാണ് മൊത്തം ആ ഗ്രാമത്തിലുള്ളത്. ഏകദേശം ഒരു 1700-800 ആൾക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. എത്രയൊക്കെ ഇവരെ മാറിയും തിരിഞ്ഞും ചോദ്യം ചെയ്തിട്ടും ഒരു ഫലവുമില്ല എന്നാണ് കഷ്ടം. ഈ കൂട്ടത്തിലാണോ പ്രതിയെന്ന് മനസ്സിലാക്കാൻ പോലീസ് പല സൂത്രങ്ങളും പരീക്ഷിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ഈ നെല്ലിക്കുന്നം ഗ്രാമം എന്ന് കേൾക്കുമ്പോഴേ മറ്റുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് പോലും പേടിയാണ്. ഒരൊറ്റ ഓട്ടോ പോലും ആ നാട്ടിലോട്ട് സവാരി വിളിച്ചാൽ വരൂല. നെല്ലിക്കുന്നം ഗ്രാമം എന്ന് കേൾക്കുമ്പോഴേ ഓട്ടോക്കാർ പറയും, അയ്യോ, ഞങ്ങൾക്ക് വേണ്ടേ ആ ഓട്ടോ ഒന്നും. എന്തിന്? ആ ഗ്രാമത്തിലോട്ട് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടാനോ ആ നാട്ടിൽ നിന്നൊരു ചെറുക്കനെ എടുക്കാനോ ആർക്കും താല്പര്യമില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ വീണ്ടും ആ ദുരന്ത വാർത്ത എത്തുകയാണ്. ഒരു മരണം കൂടി നെല്ലിക്കുന്നിൽ നടന്നിരിക്കുന്നു. ആര് എന്ന് നാട്ടുകാർ. മറ്റാരുമല്ല, കവലയിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന പാവം പിടിച്ചൊരു മനുഷ്യനായ വർഗീസാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വർഗീസിനെ വിലങ്ങറ തോട്ടിലാണ് കൊന്നിട്ടിരിക്കുന്നത്. പോലീസിന് വീണ്ടും കൂനിൽമേൽ കുരു എന്ന അവസ്ഥയായി. സംശയിക്കുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു. ഒരു തുമ്പും കിട്ടിയില്ല. പക്ഷേ ഇവിടെ പോലീസ് ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. ഈ മരിച്ച ആൾക്കാരുടെ ഒക്കെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ പൈസയാവാം, സ്വർണ്ണമാവാം, ഫോണാവാം, മറ്റെന്തെങ്കിലും ആവാം. അതിനർത്ഥം ഇതിനെല്ലാം പിന്നിൽ ഒരു മനുഷ്യനാണ് എന്നതാണ്. അല്ലാതെ ഈ നാട്ടുകാർ പറയുന്ന പോലെ മാടനും മറുതയും യക്ഷിയൊന്നും അല്ല. എന്തായാലും ആ ദിവസം രാത്രി തന്നെ അടുത്ത ദിവസത്തെ ദുരന്തവാർത്തയ്ക്കുള്ള കൊലയും നടന്നു. ഇത്തവണ ജോയിയുടെ അച്ഛൻ ജോർജിനെയാണ് വിലങ്ങറ തോട്ടിൽ കൊന്നിട്ടിരിക്കുന്നത്. ബോഡി വെള്ളത്തിൽ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ്. വെള്ളത്തിൽ അതിനടുത്തൊരു ഓലമടലും കിടപ്പുണ്ട്. തലയുടെ പിൻവശം പിളർന്നിട്ടുണ്ട്. അതായത് ജോർജിൻ്റെ തലയ്ക്കടിച്ച് ആരോ തോട്ടിലോട്ട് തള്ളിയിട്ടിരിക്കുകയാണ്. ജോയി പോലീസിനോട് രഹസ്യമായിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ അപ്പനെ കൊന്നതാരെന്നും എനിക്കറിയാം. അയാൾ ആ പേര് പറഞ്ഞു. പോലീസ് ജോയി ആട്ടി ഓടിച്ചു. ഇതൊരു സീരിയസ് ഇൻവെസ്റ്റിഗേഷനാണ്. ഇവിടെ നിൻ്റെ ഊഹാപോഹങ്ങൾക്കൊന്നും വിലയില്ല.
അയാൾ വിഷമത്തോടെ മിണ്ടാതെ അങ്ങ് നിന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്തയും എത്തി. ഷാപ്പിലെ ജീവനക്കാരൻ്റെ തല ആരോ അടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ്. അയാൾ രക്തത്തിൽ കുളിച്ച നിലയിലാണ് കിടക്കുന്നത്. പക്ഷേ അയാൾ ആ രൂപത്തിനെ വല്ല വ്യക്തമായിട്ട് കണ്ടു. കൊലയാളിയുടെ ലൈറ്റും തോർത്തുമൊക്കെ അവിടെ കിടപ്പുമുണ്ട്. ഭാഗ്യത്തിന് ആ ഷാപ്പുകാരൻ മരിച്ചിട്ടില്ല. ബോധം വന്നപ്പോൾ അയാൾ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു, സാറേ, അവൻ ബിജു ആണ്. ഈ ബിജു ആ നാട്ടിലെ അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പും മോഷണമൊക്കെ ഉള്ള ഒരുത്തനാണ്. എന്ത് കിട്ടിയാലും അവൻ ആ നാട്ടിൽ നിന്നും മോഷ്ടിക്കും. അതിന് ഇന്നത് എന്ന് വില കൂടിയത് വില കുറവ് അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം കൂലിത്തല്ലും മദ്യപാനവും അങ്ങനെയൊക്കെ നടന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ബിജുവിൻ്റേത്. മാത്രവുമല്ല, ബിജു ആ നാട്ടിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനുമാണ്. ബിജുവിനെ പോലീസ് അങ്ങ് പൊക്കിയെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ബിജുവിൻ്റെ സംശയിക്കുന്ന ആ തോർത്തും ലൈറ്റും മുന്നിൽ വച്ചിട്ട് പോലീസ് ചോദിച്ചു, ഇത് നിൻ്റെ അല്ലേ? ബിജു നിഷേധിച്ചു, അല്ല, ഇത് എൻ്റെതല്ല. ബിജുവിനറിയാമായിരുന്നു ഈ തോർത്തും ലൈറ്റും ഷാപ്പിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ പോലീസ് തൻ്റെ നേരെ അതും കൊണ്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ ബിജു അവിടെ ഒരു സാമർത്ഥ്യം കാണിച്ചു വച്ചിരുന്നു. കളഞ്ഞുപോയ തോർത്തിനും ലൈറ്റിനും പകരം വേറെ ഒരെണ്ണം വാങ്ങിച്ച് കയ്യിൽ കരുതിയിരുന്നു. ബിജു യാതൊരു കുറ്റങ്ങളും ഏറ്റില്ല. ബിജുവിലേക്ക് എത്താൻ പറ്റിയ ശക്തമായൊരു തെളിവിനായി പോലീസ് പല തവണ ശ്രമിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ബിജുവിന് മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരാൾ ആ നാട്ടിലുണ്ടെന്ന്. അതാണ് പൊടിമോൻ. പൊടിമോനാണ് ബിജുവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. പൊടിമോനെ പോലീസ് അങ്ങ് തൂക്കി. പലതവണ പൊടിമോനെ ചോദ്യം ചെയ്തെങ്കിലും പൊടിമോൻ ഒന്നും വിട്ടു പറയുന്നില്ല. അങ്ങനത്തെ പരിപാടി പോലീസ് എടുക്കുകയാണ് പൊടിമോൻ്റെ വായൊന്ന് തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് പോലീസിൻ്റെ സ്റ്റൈലിലോട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പോലീസ് മുറയിൽ. അതോടെ പൊടിമോൻ വാ തുറന്നു. പിന്നെ തത്ത പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് രാത്രി ഈ പൊടിമോൻ വെള്ളം ഒടിക്കാനായിട്ട് തോട്ടിൻ്റെ കരയിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബിജു ഒരു കൊല നടത്തുന്നത് ഒറ്റ തവണ ഈ പൊടിമോൻ കാണുന്നത്. അത് നമ്മുടെ ജോയിയുടെ അപ്പൻ ജോർജിനെ കൊല്ലുന്നതായിരുന്നു. ഇത് പൊടിമോൻ കണ്ടെന്ന് ബിജുവിന് മനസ്സിലായി. പിന്നെ പൊടിമോൻ്റെ അടുത്ത് ബിജു വന്നിട്ട് പറയുകയാണ്, ഇത് നീ ആരോടെങ്കിലും പറഞ്ഞ? പിന്നെയാണ് ഇരിക്കുന്നത്. പിന്നീട് പൊടിമോൻ ഒരു കാര്യവും ആരടുത്തും പറഞ്ഞിട്ടില്ല. കാരണം ഈ ബിജുവിൻ്റെ ഭീഷണിയിൽ. പൊടിമോൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബിജു പോലീസിനോട് സമ്മതിച്ചു. ജോർജിൻ്റെ കയ്യിലെ മോതിരവും തൊണ്ടിയായിട്ട് പോലീസിന് കിട്ടി. ഈ കേസ് കോടതിയിൽ അങ്ങനെ എത്തുകയാണ്. ഇതിൻ്റെ വിധി വന്ന ശേഷം ബാക്കിയുള്ള കേസിനും തുമ്മുണ്ടാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. കാരണം ഇപ്പോൾ ഈ ജോയിയുടെ അച്ഛൻ ജോർജിൻ്റെ മാത്രമല്ലല്ലോ, ഒരുപാട് കൊല അവിടെ നടന്നിട്ടുണ്ട്, എല്ലാം കണ്ടുപിടിക്കണ്ടേ. പക്ഷേ പോലീസിൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റുകയാണ്. കോടതിയുടെ വിധി കേട്ട് നെല്ലിക്കുന്നം ഗ്രാമം മാത്രമല്ല ഞെട്ടിയത്, പോലീസ് പോലും ഞെട്ടി. എന്തെന്നാൽ കോടതി ചോദിച്ചത് ഈ ബിജുവിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതല്ലേ ഈ ഒരു കേസെന്നായിരുന്നു. ബിജുവിനെ വെറും 1.5 വർഷത്തേക്ക് മാത്രം ശിക്ഷിച്ചുകൊണ്ടാണ് എന്നിട്ട് കോടതി വിധിച്ചത്. ബിജുവിനെതിരെ തെളിവില്ല എന്നും ബാക്കിയുള്ളതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നുമാണ് കോടതിയുടെ ഭാഗം. മുൻപ് നടന്ന മരണങ്ങൾക്കൊന്നും ഇതുവരെയും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ആ കോടതി വിധിയോടെ അന്വേഷണം അവിടെ ജോർജിന്റെ മരണം പോലും കോടതി അത്ര ഗൗരവമായിട്ട് പരിഗണിച്ചില്ല എന്നതാണ് സത്യം. ചില കേസുകളിൽ പോലീസിനും നാട്ടുകാർക്കും ജഡ്ജിക്കും ഒക്കെ അറിയാം ഇന്നയാളാണ് പ്രതിയെന്ന്. പക്ഷേ കോടതിക്ക് തെളിവുകളാണ് പ്രധാനം. ഇല്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല. എന്തായാലും ഇപ്പോഴും ആ നെല്ലിക്കുന്നം ഗ്രാമത്തിൽ ബിജു വിലസി നടപ്പുണ്ട്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.